ഹാപ്പി ബർത്ത്ഡേ അമ്മ എന്ന് പങ്കുവച്ചുകൊണ്ട് കുഞ്ഞാറ്റ തൻ്റെ ആശയമ്മയോടുള്ള സ്നേഹം പങ്കുവച്ചെത്തിയ വീഡിയോ ആണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലായി മാറുന്നത്. ഉർവശിയുടെയും മനോജ് കെ ജയൻ്റെയും മകൾ വിവാഹബന്ധം വേർപ്പെടുത്തിയതിനു ശേഷം ഏറെ നാളും വിദേശത്തോടൊപ്പം മനോജ് കെ ജയനോടൊപ്പം തന്നെയായിരുന്നു. അതിനുശേഷം അദ്ദേഹം മറ്റൊരു വിവാഹം കഴിച്ചു. ആശ എന്നൊരു സ്ത്രീയാണ് വിവാഹം കഴിച്ചത്. അപ്പോൾ എല്ലാവരും ചിന്തിച്ചിരുന്നത് കുഞ്ഞാറ്റ അതിന് ഓക്കെ ആയിരിക്കുമോ എന്ന് തന്നെയായിരുന്നു. എല്ലാ മലയാളി പ്രേക്ഷകരും കുഞ്ഞാറ്റയെപ്പറ്റി മാത്രമായിരുന്നു അന്ന് ചിന്തിച്ചിരുന്നത്. ഉർവശിയും മനോജ് കെ ജയനും വേർപിരിയുന്നു എന്ന വാർത്ത കേട്ടപ്പോഴും എല്ലാവരും കുഞ്ഞാറ്റയെപ്പറ്റി തന്നെയായിരുന്നു ആലോചിച്ചു കൊണ്ടിരുന്നത്. ഇപ്പോഴിതാ കുഞ്ഞാറ്റയ്ക്ക് എന്തുമാത്രമാണ് ആശയോടുള്ള സ്നേഹമെന്ന് മനസ്സിലാക്കി തരുന്ന ഒരു വരിയാണ് അല്ലെങ്കിൽ ഒരു കുറിപ്പാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത്. ഇന്ന് ആശയുടെ പിറന്നാൾ ദിവസമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ദിവസം അവൾക്ക് എത്രമാത്രം പ്രിയപ്പെട്ടവളാണ് അവളുടെ ഈ അമ്മ എന്ന് അവൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. പ്രേക്ഷകരും അത് മനസ്സിലാക്കുന്നത്. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തർക്കും അത് മനസ്സിലാവുന്നതും അതുകൊണ്ട് തന്നെയാണ് എന്ന് പറയാം. ഇപ്പോഴിതാ അമ്മേ, ഞാൻ എന്തുമാത്രമാണ് സ്നേഹിക്കുന്നതെന്നറിയാമോ? ഒരുപാട് ആഗ്രഹങ്ങളോടുകൂടിയാണ് നമ്മൾ ജീവിച്ചു തുടങ്ങുന്നതെന്ന് പറയുന്നു. എൻ്റെ ആഗ്രഹമെല്ലാം എൻ്റെ അച്ഛനോടൊപ്പം അമ്മയോടൊപ്പം ഇങ്ങനെ സന്തോഷമായി എനിക്ക് ജീവിക്കാൻ തന്നെയാണ്. എപ്പോഴും ഇങ്ങനെ സന്തോഷമായി ജീവിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നതും. എപ്പോഴും അങ്ങനെ തന്നെ ഉണ്ടാകട്ടെ എന്നാണ് ഞാൻ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നത്. അമ്മയുടെ ദിവസമാണിന്ന്. ഞാൻ പണ്ട് എൻ്റെ അനിയൻ പറയുന്നത് പോലെ പറയട്ടെ, അമ്മ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. 1000 തവണ, 100 തവണ, 1,00,000 തവണ, കോടി തവണ എപ്പോഴും ഞാൻ അമ്മേനെ അങ്ങനെ തന്നെ സ്നേഹിക്കും. എപ്പോഴും ആ സ്നേഹം എൻ്റെ കൂടെ ഉണ്ടാകും. ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടുള്ള ഏറ്റവും നല്ല മനോഹരമായ മുഖമുള്ള മനോഹരമായ മനസ്സുള്ളൊരു വ്യക്തിയാണ്. എപ്പോഴും എല്ലാവരെയും സ്നേഹത്തിൽ പൊതിയാൻ അറിയുന്നൊരു വ്യക്തിയാണ്. സ്നേഹിക്കാൻ മാത്രം അറിയുന്നൊരു വ്യക്തിയാണ് എൻ്റെ അമ്മ. ഇങ്ങനെയാണ് കുഞ്ഞാറ്റ അമ്മയെക്കുറിച്ച് എഴുതുന്നത്. ഉർവശി ഇത് കണ്ട് സന്തോഷിക്കുന്നുണ്ടാവും, ഒരുപക്ഷെ സങ്കടപ്പെടുന്നുണ്ടാകും, നമുക്കറിയില്ല. ഉർവശി ഇപ്പോൾ എന്ത് മാനസികാവസ്ഥയിലാണെങ്കിലും പ്രേക്ഷകർക്കത് ഊഹിക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. നല്ല കാലം, അതായത് നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ഞാറ്റയുടെ എല്ലാ നല്ല കാലത്തും കൂടെ ഉണ്ടായിരുന്നത് ആശ തന്നെയാണ്. എപ്പോഴും അത്തരത്തിൽ ആശയാണ് വാക്കുകൾ കൊണ്ട് കുഞ്ഞാറ്റയുടെ കൂടെ നിൽക്കാറുള്ളതും. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരും ഇതേ വാർത്തയെക്കുറിച്ച് പറയുകയും ചെയ്യുന്നുണ്ട്. പ്രേക്ഷകരും ഇതേ വാർത്തയെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും കുഞ്ഞാറ്റയോടുള്ള ഇഷ്ടവും അതുപോലെ തന്നെയാണ് ഈ അമ്മയോടുള്ള ഇഷ്ടവും. ആശയോട് എല്ലാവർക്കും ഇഷ്ടം തോന്നാനുള്ളൊരു പ്രധാന കാരണം എന്നത് കുഞ്ഞാറ്റയെ മനോഹരമായി നോക്കി എന്നതുകൊണ്ട് തന്നെയാണ്. രണ്ടാം വിവാഹമാകുമ്പോൾ എല്ലാവർക്കും പൊതുവെ ഒരു സംശയമുണ്ടാകും, അമ്മ കുഞ്ഞിനെ നോക്കുമോ എന്നത്. കുഞ്ഞാറ്റയുടെ കാര്യത്തിൽ എല്ലാവർക്കും അതുണ്ടായിരുന്നു എന്നത് തന്നെയാണ് സത്യം. കാരണം ഉർവശിയുടെ മകളാണ്. അവൾ വളരെ ചെറുതിലെ തന്നെ അച്ഛൻ്റെയും അമ്മയുടെയും വേർപിരിയൽ കാണേണ്ടി വന്ന കുട്ടിയാണ്. അതുകൊണ്ട് തന്നെ അവളെ നന്നായി നോക്കുമോ എന്നുള്ള ഭയം എല്ലാവരുടെ ഉള്ളിലും ഉണ്ടായിരുന്നു. എന്നാൽ അതെല്ലാം മാറ്റിയാണ് ശരിക്കും പറഞ്ഞാൽ എല്ലാവരുടെയും പ്രീതി പിടിച്ചു പറ്റി ആശ അവിടെയൊക്കെ മുൻപന്തിയിൽ നിൽക്കുന്നത്. അത് എടുത്തു പറഞ്ഞേ മതിയാകൂ. ആശയോടുള്ള സ്നേഹം തന്നെയാണ് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത്. ആശ എന്തുമാത്രമാണ് അവിടെ പ്രേക്ഷകരുടെ അടുത്ത് നിൽക്കുന്നതെന്നും കുഞ്ഞാറ്റയെ സ്നേഹിക്കുന്നതെന്നും നമുക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ട്. ഓരോ തവണയും അത് പ്രേക്ഷകർ എടുത്തു പറയുകയും ചെയ്യുന്നുണ്ട്. ആശയോടുള്ള സ്നേഹം മാത്രമല്ല, കുഞ്ഞാറ്റയ്ക്ക് എന്തുമാത്രമാണ് ആശയോടുള്ള സ്നേഹം എന്നതാണ് നമ്മൾ കാണുന്ന ഒരു കാര്യം. എല്ലാ പ്രേക്ഷകരും അത് അറിയുകയും ചെയ്യുന്നുണ്ട്. എല്ലാവരോടും വളരെയധികം കരുണയോടെ പെരുമാറുന്ന, എല്ലാവരോടും വളരെയധികം സ്നേഹത്തോടെ പെരുമാറുന്ന എൻ്റെ പ്രിയപ്പെട്ട അമ്മയ്ക്ക് ഞാൻ എങ്ങനെയാണ് ഇന്നത്തെ ദിവസം മറക്കുക, അല്ലെങ്കിൽ ഞാൻ എങ്ങനെയാണ് ഇന്നത്തെ ദിവസം ഓർമ്മിക്കാതിരിക്കുക? എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയുടെ പിറന്നാൾ തന്നെയാണ് ഇന്ന്. ഈ ദിവസം എന്തുണ്ടെങ്കിലും ഞാൻ അമ്മയുടെ അരികിൽ എന്താകുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അങ്ങനെ തന്നെ എനിക്ക് ഉണ്ടാവാനും സാധിച്ചു. അതിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു. ഇങ്ങനെയാണ് ഇപ്പോൾ ഇതിനോടൊപ്പം തന്നെ സംസാരത്തോടെ ഇപ്പോൾ കുഞ്ഞാറ്റ പോസ്റ്റായി രൂപീകരിച്ച് എത്തുന്നത്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.